എൻ്റെ പേര് സിജി. തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് 11 വർഷമായിട്ട് ഒരു സ്ഥലത്തിൻ്റെ കച്ചവടത്തിൽ തടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ റിലേറ്റീവ്സ് ഇവിടെ വന്ന്, ഞങ്ങൾ മലപ്പുറം ജില്ലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് അവിടെ കച്ചവടം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു സ്ഥലം മേടിച്ചത്. അപ്പോൾ ആ സ്ഥലം കച്ചവടം ആവാതെ ഞങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ റിലേറ്റീവ്സ് ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പോൾ അവർ ഉമിഞ്ചിരിച്ച് ഉപ്പ് ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതിട്ട് പ്രാർത്ഥിച്ച് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മേടിച്ച് അത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലത്തിന് ആൾ ഈ സ്ഥലത്ത് കച്ചവടം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങനെ അന്നോട്ട് ഞങ്ങൾ അപ്പോഴേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഒരാൾ പോലും ചോദിക്കാതിരുന്ന ആ സ്ഥലം ഇത് ഉപ്പിട്ട് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ മനസ്സിൽ ഞാനും പുള്ളിയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പന് വയ്യാണ്ടായി ഞങ്ങൾ നാട്ടിലേക്ക്, മലപ്പുറത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അപ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതേപോലെ അവിടെ വന്ന് ഈ കഴിഞ്ഞ ജൂണിൽ 2024 2/6/24 ജൂണിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് ഞങ്ങൾക്ക് സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റിൽമെൻറ്റായി. ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് തീർന്നു. പിന്നെ ഇവിടെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ ഓരോരോ പ്രശ്നങ്ങൾ, വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അങ്ങനെ സമാധാനം ഇല്ലാത്ത അവസ്ഥ, പ്രാർത്ഥനയിലെ തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അച്ഛൻ്റെ ടോക്സ്, അത് ഞങ്ങൾ ഇതിന് വരുന്നതിന് മുൻപ് തന്നെ, ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് അച്ഛൻ്റെ ഓരോരോ ടോക്സും, നമ്മൾ ഏത് സാഹചര്യത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് അതിന് വേണ്ടിയുള്ള ഒരു മറുപടി ആയിരിക്കും ആ ടോക്ക്. അങ്ങനെ ഞങ്ങൾ ദൈവം എന്താണെന്നും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും അനുഭവിച്ചറിഞ്ഞു. ശരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്നേഹമാണ്. നമുക്ക് എല്ലാവരോടും സ്നേഹിക്കാനും ക്ഷമിക്കാനും, അതിൽ അമ്മ പറയുന്ന പോലെ 6 കാര്യങ്ങൾ നമ്മൾ മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അത് ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. ഈശോ ഉണ്ട് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ അമ്മയുണ്ട് കൂടെ, അമ്മ 2 പേരും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ പിന്നെ ഒന്നിനെയും നമുക്ക് പേടിക്കുകയും വേണ്ട, ഒന്നിനെ പറ്റി ചിന്തിക്കുകയും വേണ്ട. അങ്ങനെയുള്ളൊരു ദൈവസ്നേഹം അതറിയണം. പിന്നെ അതുപോലെ എൻ്റെ മോളും ഭർത്താവും ഞാൻ അനുഭവിച്ച എന്നോടുള്ള സ്നേഹം അവർക്കും കൂടി കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരിന്ന് മോൾ ഉടമ്പടി എടുത്തു, അതുപോലെ ഭർത്താവ് ഉടമ്പടി എടുത്തു. അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ വീടിൻ്റെ കാര്യം, അപ്പോൾ ഞങ്ങളവിടെ സ്ഥലം മേടിച്ച്, ഞങ്ങൾക്ക് സ്ഥലം ഇവിടെ നാട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നുമല്ല. അപ്പോഴും ഞാൻ പറയും, നമ്മുടെ ഹിതമല്ല, അവിടുത്തെ ഹിതം എന്താണോ, നമ്മുടെ ഇഷ്ടമൊന്നും ഞാൻ പറയുന്നില്ല. ദൈവം എന്താണോ നമ്മളിൽ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നല്ലതിനാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതെന്താണെങ്കിൽ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു വീടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരുക്കി തന്നു. അത് ഞങ്ങൾ 2ാമത്തെ ഉടമ്പടി പുതുക്കിയത് 9ാം മാസമാണ് പുതുക്കിയത്. ആ 3ാമത്തെ മാസം തന്നെ പുതുക്കിയിട്ട് ഞങ്ങൾക്ക് ഡിസംബർ ആയപ്പോഴേക്കും ഞങ്ങൾ 23 ഡിസംബറിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാം ഒരു 10 പൈസ പോലും കടം ഒന്നുമില്ലാതെ ആ വീട് തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നത്. മറ്റുള്ള സാഹചര്യങ്ങളും, നിങ്ങൾ അവിടുത്തെ രാജ്യവും നിങ്ങൾ അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ അതിൽ വിശ്വസിച്ച് ദൈവത്തിനെ മാത്രം അന്വേഷിച്ചു, ബാക്കിയുള്ളതൊക്കെ ദൈവം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ പ്രാർത്ഥനാ ജീവിതം, കാരുണ്യ പ്രവൃത്തി അല്ല. എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. ഞാനൊരു നഴ്സാണ്, പക്ഷേ അന്ന് വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ള ഒരു ജോലി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കുർബാനയ്ക്ക് എന്നും പോകണം, അതിൽ തടസ്സം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ആരാധന, ബൈബിൾ വായന, നമ്മൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മുടങ്ങിപ്പോകുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതുപോലെ തന്നെ അതിന് വേണ്ട ഒരു സാഹചര്യം, അതിന് വേണ്ട ഒരു ജോലി തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇതുവരെ അല്ലെങ്കിലും ഞാൻ കുർബാന മുടക്കില്ലായിരുന്നു. അതേപോലെ തന്നെ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് കുർബാന മുടക്കാൻ പറ്റില്ല, അപ്പം എനിക്ക് ജോലിയും വേണം. അപ്പം അങ്ങനെയുള്ള ഒരു ജോലി തന്നെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ ശുശ്രൂഷ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം, ഒരാളെ പോലും വെറുക്കാതെ. എന്നെ എന്നെ ദ്രോഹിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ പിന്നെ ഒന്നും നമുക്ക് കിട്ടാനില്ല. ആരും നമ്മളെ ദേഷ്യപ്പെട്ടാലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മളതൊക്കെ സിമ്പിളായിട്ട്
മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനെ പോലെ വേറെ ആര് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് എന്താ, അപ്പം അവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അത് മാത്രം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് മനസ്സിലായതും ഉടമ്പടി. പിന്നെ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കുക. ദൈവം നമ്മളെപ്പോഴും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. അമ്മ പറയുന്ന പോലെ, അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അതേ കാര്യങ്ങളെല്ലാം സ്നേഹിച്ചാൽ ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാനായിട്ട് ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കും. അപ്പം നമുക്ക് സ്വർഗ്ഗം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുള്ള ആ ഒരു വിശ്വാസം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഉടമ്പടിയിലൂടെ എനിക്ക് ഏറ്റവും വലിയ കിട്ടിയൊരു അനുഗ്രഹമായിട്ട് കഴിഞ്ഞത്. ഇതൊക്കെ എനിക്ക് തന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയും വചനങ്ങൾ കൂടിയും. ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ഈശോനെ ഒരുപാട് അറിയും. അതൊക്കെ വലിയൊരു കാര്യമാണ്. പിന്നെ ബൈബിൾ വായന, അങ്ങനത്തെ പ്രാർത്ഥന, കൊന്ത ചെല്ലാനുള്ള കാര്യങ്ങൾ, അതെല്ലാം വീണ്ടും ഒരു ദിവസം ഒരു കൊന്തയ്ക്ക് ചിലപ്പോൾ പറ്റിയൊക്കെ ചെല്ലുന്നു. പിന്നെ ഇപ്പോൾ 2 അങ്ങനെ കൂടി വന്നു. പ്രാർത്ഥനയിൽ വളരാനായിട്ട് സാധിച്ചു. മറ്റുള്ളവരെയും അങ്ങനെ വളർത്തണമെന്ന് ആഗ്രഹിക്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്ക് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ 21 തിരുവചനം അരുളി ചെയ്യുന്നു, എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം 10 ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. യാക്കോബിൻ്റെ ദൈവത്തോടുള്ള ഒരു വാഗ്ദാനമാണിത്. തൻ്റെ സഹോദരൻ ഏസാവിൽ നിന്ന് ഓടിപ്പോകുന്ന യാക്കോബ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് ശപഥം ചെയ്ത് പറയുന്ന വാക്കുകളാണ്. ഇന്ന് സിജി ജോജോ എന്ന ഈ മകള് തങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഭവനം, അതായത് ഒരു സ്ഥലം വിൽക്കുവാനും 11 വർഷമായിട്ട് തങ്ങൾക്ക് നടക്കാത്തത്, അത് വിൽക്കുവാൻ കഴിഞ്ഞു. ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് മറ്റുള്ളവർ കൊടുത്ത് അത് ആ സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആ സ്ഥലം വിൽപ്പന നടക്കുന്നു. ഇവിടെ വരുന്നതിന് മുൻപേ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. ഉടമ്പടി ധ്യാനങ്ങൾ ജോസഫ് അച്ഛനാണ് നമ്മോട് സംസാരിക്കുന്നതെങ്കിലും അത് ആത്യന്തികമായി ഈശോ നയിക്കുന്ന ധ്യാനങ്ങളാണ്. അച്ഛൻ തന്നെ പറയാറുണ്ട്, അച്ഛനൊന്നും ഒരുങ്ങാൻ പറ്റാത്ത ദിവസങ്ങളിൽ പോലും അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഓൺലൈനായിട്ട് ഈശോ അച്ഛനോട് പറയും, അച്ഛനത് നമ്മോട് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് അച്ഛൻ ചെയ്യുക. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൂടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. ഈ മക്കളെ ഇവിടെ വരേണ്ട മക്കളാണ്. ഇവർ സത്യദൈവത്തെ അറിഞ്ഞ്, അതായത് ഈശോയെ അറിഞ്ഞവരാണ്. എന്നാൽ അതിൻ്റെ ആഴം കുറവാണ്. അപ്പോഴത് കുറച്ചുകൂടി ആഴപ്പെടണം. അതിന് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവം ഇടപെടുന്നു. അത് ഈ മകൾ ഇവിടെ പല പ്രാവശ്യം പറഞ്ഞു, എന്തുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ നമുക്കൊന്നുമില്ലാത്ത അവസ്ഥയാണ്. അത് മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് കിട്ടിയാൽ അതിനൊക്കെ ഒരു മാർജിനുണ്ട്. എന്നാൽ ദൈവസ്നേഹം നമുക്ക് ഉണ്ടാകുമ്പോൾ അതിന് മാർജിനില്ല. അതിങ്ങനെ നമ്മെ കൊണ്ട് നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യിക്കും. ദൈവത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളൊന്നും പിന്നെ തടസ്സങ്ങളല്ലാതാകും. ഇതാണ് യാക്കോബും പറയുക, എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ ദൈവമായിരിക്കും കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന്. അങ്ങനെ തങ്ങൾക്ക് സ്ഥലം വിൽപ്പന നടക്കുന്നു. അതുപോലെ ഒരു ഭവനം വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അതും എത്ര പെട്ടെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനും മാർഗങ്ങൾ തെളിയുകയാണ്. അങ്ങനെ ഇന്ന് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ഓരോ പ്രസംഗങ്ങളാണെന്നാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നത്. ഈ മകളുടെ സാക്ഷ്യം തന്നെ ഇവിടെ ഈ മകള് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പറയുകയാണ്, ഒത്തിരിയേറെ അനുഭവങ്ങൾ തനിക്കുണ്ട്. തൻ്റെ ഭർത്താവ് ഉടമ്പടി എടുത്തു, തൻ്റെ മകൾ ഉടമ്പടി എടുത്തു. താൻ മാത്രം ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പോരാ, താൻ മാത്രം ദൈവത്തെ സ്നേഹിച്ചാൽ പോരാ, താൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ, തൻ്റെ കുടുംബം മുഴുവനും സ്വർഗത്തിലെത്തണം, ഈശോയെ അറിയണം. ഈ ഒരു
ഈ ഒരു ബോധ്യമൊക്കെ എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത്? ഇതൊക്കെയാണ് അവർക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ. ഈ മാറ്റമാണ്, ഈ നിലപാടുകളാണ് ഈശോ കൂടുതൽ ആഗ്രഹിക്കുക. അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ വഴിയായി നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞ ഈശോയുടെ തിരുവചനങ്ങൾ ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ അന്വർത്ഥമാകുന്ന രീതിയിൽ തനിക്ക് ജീവിക്കാൻ കഴിയുന്നു, പ്രവർത്തിക്കാൻ കഴിയുന്നു. വിശുദ്ധ കുർബാന മുടക്കിയിട്ടുള്ള ഒരു ജോലി എനിക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ കർത്താവിൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നത് തന്നെയാണ്. എനിക്ക് ജോലിയുണ്ട്, അതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് കുഞ്ഞുണ്ട്, അതുകൊണ്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവർ ഒത്തിരിയേറെ പേര് നമ്മുടെ ഇടയിലുള്ളപ്പോൾ ഉടമ്പടി എടുത്ത് കിട്ടുന്ന ബോധ്യങ്ങളാണ്, ഇനി എനിക്ക് കുർബാന മുടങ്ങിയിട്ടുള്ള ജോലി വേണ്ട. അപ്പോഴത് ഈശോ എങ്ങനെയാണ്? അതിന് ഈശോയുടെ നിലപാട്, പെട്ടെന്ന് ഈ മകൾക്ക് അതനുസരിച്ചുള്ളൊരു ജോലി കിട്ടുകയാണ്. അങ്ങനെ നാം ചോദിച്ചാൽ നമുക്ക് കിട്ടും, മനസ്സറിഞ്ഞ് ചോദിക്കണമെന്ന് മാത്രം. ഈശോയുടെ ആ മനസ്സിലാക്കി ചോദിക്കണം. അവിടെയാണോ നമുക്കല്പം താളം തെറ്റുന്നതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും ഭൗതികമായ അനുഗ്രഹങ്ങളോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ, ഉറച്ച ദൈവസ്നേഹം, ഇതിലൂടെയൊക്കെ തന്നെ വഴി നടത്തുന്ന കർത്താവിന് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.